നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന യാഷ് നായകനായി എത്തുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ പോസ്റ്ററും അതുപോലെ തന്നെ ചില ടീസറുകളൊക്കെ വലിയ വിവാദം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ടീസറിൽ പ്രധാനമായിട്ടും യാഷിനെ കാണിക്കുന്നത് യാഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു ഒരു ടീസർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ടീസറിൽ പ്രധാനമായിട്ടും യാഷിനെ കാണിക്കുന്ന സമയത്ത് യാഷ് ഒരു വിദേശ വനിതയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ഒരു സീനായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ആളുകൾക്കിടയിൽ ഒരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സംവിധായക ഗീതു മോഹൻദാസ് സ്ത്രീപക്ഷ സിനിമകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും സിനിമയിലെ സ്ത്രീകളെ മോശമായിട്ട് കാണിക്കുന്നതിനെതിരെയൊക്കെ ആയിട്ട് വലിയ രീതിയിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ കസബ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി ഇത്തരത്തിലൊരു സെക്ഷൽ ടോക്ക് നടത്തിയപ്പോൾ അതിനെതിരെയൊക്കെ വലിയ രീതിയിൽ രോക്ഷം കൊണ്ടിട്ടുള്ള ഒരു സംവിധായിക, ഒരു വനിത, അവരൊരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ വലിയ രീതിയിലുള്ള ഒരു വൾഗർ ദൃശ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന്റെ സംവിധായകയായിട്ടുള്ള ഗീതു മോഹൻദാസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഗീതു മോഹൻദാസിന്റെ സംവിധാനം പോരാത്തത് കൊണ്ട് തന്നെ യാഷ് ഈ സിനിമ ഏറ്റെടുത്തിട്ട് യാഷ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടീസർ പുറത്തിറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ടീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ക്രിസ്തീയ മതത്തെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ സിനിമയുടെ സെൻസർ തടയണമെന്നും പറഞ്ഞിട്ട് ഒരു പരാതി ഒരു ക്രിസ്തീയ സംഘടന നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കർണാടകയിലുള്ള ചില വനിതാ സംഘടനകൾ ചേർന്നിട്ട് അവിടെയുള്ള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ സെൻസർ റദ്ദാക്കണം, കാരണം ഇതിന്റെ അകത്ത് അശ്ലീല രംഗങ്ങളുണ്ട്, ഇത് യൂട്യൂബിൽ നിന്ന് ഇതിന്റെ ടീസർ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കർണാടകയിലുള്ള വനിതാ കമ്മീഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ ശേഷം, വലിയ വിവാദങ്ങൾക്കൊക്കെ ശേഷം ഈ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ട് തന്നെയുള്ള ഒരു ട്രെയിലറാണ്. ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഇതിന്റെ അകത്ത് യാഷ് രണ്ട് ഗെറ്റപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഗെറ്റപ്പിൽ ടീസറിന്റെ അവസാനത്തേക്ക് നമുക്ക് യാഷിനെ കാണാൻ പറ്റും. അതുകൂടാതെ തുടക്കത്തിൽ തന്നെ യാഷിന്റെ താടിയൊക്കെ വെച്ചിട്ട് മീശയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗാംഭീര്യം നൽകുന്ന മറ്റൊരു ഗെറ്റപ്പ്, അതായത് നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗെറ്റപ്പ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൊടൂര വയലൻസ് ആണ്. കൊടൂര വയലൻസ് നമ്മുടെ മാർക്കോ ഒക്കെ പോലെ തന്നെ ഒരു രക്തക്കളി ഉള്ള ഒരു സിനിമ തന്നെയാണ് ടോക്സിക് എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നതാണ് ട്രെയിലർ. ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഒരു വയലൻസ് ചിത്രമാണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ പാക്കപ്പും, അതായത് ഒരു വയലൻസ് ചിത്രത്തിന് വേണ്ട എല്ലാവിധ രംഗങ്ങളും ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടോക്സിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. 2026 ഇന്ത്യൻ ചലച്ചിത്ര പ്രേമികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഔദ്യോഗിക ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. 2026 മാർച്ച് 19 ചിത്രം ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ബ്രഹ്മാണ്ഡ കാഴ്ചാനുഭവമാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ടീസർ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു സർക്കസ് കൂടാരത്തിൽ നിന്ന് തുടങ്ങി കിഴക്കൻ ഏഷ്യയുടെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപരിസരം വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പരുക്കൻ ദൃശ്യങ്ങൾക്കും ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങൾക്കും അപ്പുറം ശക്തമായ കഥ പറച്ചിലിനും മികച്ച പ്രകടനങ്ങൾക്കും സിനിമ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ടീസർ സൂചിപ്പിക്കുന്നു. കന്നഡ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ ടീസർ ലഭ്യമാണ്. ടീസറിന്റെ കേന്ദ്ര ബിന്ദു യാഷിന്റെ രൂപമാറ്റം തന്നെയാണ്. മെലിഞ്ഞ ചുറുചുറുക്കുള്ള രൂപം മുതൽ കരുത്തുറ്റതും പരുക്കനുമായ ലുക്കുകൾ വരെ നീളുന്ന അദ്ദേഹത്തിന്റെ ശാരീരിക മാറ്റം കഠിനാധ്വാനത്തിന്റെ തെളിവ് കൂടിയാണ്. ഈ മാറ്റം വെറും ബാഹ്യരൂപത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശരീരഭാഷയിലും മാനറിസങ്ങളിലും യാഷ് കൊണ്ടുവന്നിട്ടുള്ള സൂക്ഷ്മത മുൻകാല കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിനയ വിസ്മയമാണ് വാഗ്ദാനം ചെയ്യുന്നത്. സൂപ്പർ താരത്തിന്റെ കരിയറിലെ തികച്ചും ബോൾഡായ ഒരു പുതിയ അധ്യായമായിരിക്കും ഈ ചിത്രമെന്നും ടീസർ ഉറപ്പു നൽകുന്നു. ഇറ്റ്സ് ഗൊന്ന ടു ഗെറ്റ് ക്രേസി എന്ന മുന്നറിയിപ്പോടെയാണ് ടീസർ പുറത്തിറക്കിയത്. ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ യാഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. കന്നഡയിലും ഇംഗ്ലീഷിലുമായാണ് ചിത്രം ഒരേ സമയം ചിത്രീകരിക്കുന്നത്. യാഷിന്റെ ജന്മദിനത്തിൽ പുറത്തിറങ്ങിയ ഗ്ലിംസും പിന്നാലെ വന്ന നയൻതാരയുടെ ഗംഗ, കിയാര അദാനിയുടെ നാദിയ, ഹിമ ഖുറേഷിയുടെ എലിസബത്ത്, രുക്മിണി വസന്തിന്റെ മെലീസ, താര സുതാരിയുടെ റെബേക്ക എന്നീ സ്റ്റൈലിഷ് കഥാപാത്ര പോസ്റ്ററുകളും നേരത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. എന്തായാലും ചിത്രം 2026 മാർച്ച് 19 റിലീസ് ചെയ്യുന്നതാണ്. ചിത്രവുമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.